പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചതാണ്. അപകടത്തിൽ മരിച്ച 2 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. 6 വയസ്സുകാരൻ ആൽഫ്രഡ്, 4 വയസ്സുകാരി എമിലീന എന്നിവരുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. സംസ്കാര ചടങ്ങ് പിന്നീടായിരിക്കും തീരുമാനിക്കുക. കുട്ടികളുടെ അമ്മ എൽസിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. മൂത്ത മകൾ അലീനയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയിലുള്ളത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, വലിയ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. അച്ഛൻ മരിച്ചിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഈ 2 കുഞ്ഞുങ്ങളെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ മൃതദേഹം എപ്പോഴാണ് പാലക്കാട്ടേക്ക് കൊണ്ടുപോയത്? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്? ശ്രീജ, വളരെ വേദനയോടുകൂടിയും ദുഃഖത്തോടു കൂടിയുമാണ് ഇന്നലെ ഉച്ചയോടുകൂടി വാർത്ത നമ്മൾ കേൾക്കുന്നത്. മിനിഞ്ഞാന്ന് ദിവസമാണ് ഇവരെ 3 പേരെയും അമ്മയും 3 മക്കളെയും പൊള്ളലേറ്റ നിലയിൽ ആശുപത്രി എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ ഈ 2 കുട്ടികൾ, മരിച്ച 2 കുട്ടികളുടെ നില അതീവ ഗുരുതരമായിരുന്നു. 65% പൊള്ളലേറ്റാണ് അവരെ കൊണ്ടുവന്നത്. സമയത്ത് തന്നെ ബേൺ ICUവിൽ കയറ്റുകയും കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ 6 വയസ്സുകാരൻ ആൽഫ്രഡും 4 വയസ്സുകാരി എംലീനയുമായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടി മരിച്ചത്. വൈകിട്ട് ഉച്ചയ്ക്ക് തന്നെ ഒരു 4 മണി സമയത്ത് തന്നെ പാലക്കാട് ചിറ്റൂർ പോലീസ് ആശുപത്രിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹം രാത്രി തന്നെ അവിടെ മോർച്ചറിയിലേക്ക് മാറ്റി. രാത്രി ഏറെ വൈകിയാണ് അവിടെ നിന്നും പാലക്കാട്ടേക്ക് കൊണ്ടുപോയത്. ഇന്ന് ജില്ലാ ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാകുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീണ്ടും സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലായിരിക്കും സൂക്ഷിക്കുക. ഈ അമ്മയുടെ നില കൂടി അറിഞ്ഞതിന് ശേഷം മാത്രം മതി മറ്റ് പൊതുദർശനം, സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളെന്നാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇന്നോ നാളെയോ ആയിട്ട് അമ്മയ്ക്ക് ബോധം വരികയാണെങ്കിൽ കുട്ടികളുടെ അമ്മയോട് ഈ കാര്യം അറിയിച്ചതിന് ശേഷം മാത്രം മതി കുട്ടികളുടെ സംസ്കാരം നടത്തുന്നതെന്നാണ് കുടുംബത്തിന്റെ തീരുമാനം. പക്ഷെ അമ്മയും അതീവ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 45%-ലധികം പൊള്ളലുണ്ടെന്നാണ് ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. അങ്ങനെ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ ചികിത്സ മെഡിക്കൽ സെന്ററിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂത്ത മകൾ അവളുടെ അപകടനില തരണം ചെയ്തു എന്ന് തന്നെ ഇന്നലെ തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. 25% പൊള്ളൽ മാത്രമേ ഉള്ളതുകൊണ്ട് മറ്റ് ഈ പൊള്ളലേറ്റതിൻ്റെ ബുദ്ധിമുട്ടുകളല്ലാതെ മറ്റ് അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് ആ കുട്ടി പോയിട്ടില്ല. ബോധം തിരിച്ചു കിട്ടിയ അവസ്ഥയിലാണ്. ഇതിൽ ബന്ധുക്കളടക്കം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. മരിച്ച 2 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടവും അതിനുശേഷം മൃതദേഹം മോർച്ചറിയിലുമായിരിക്കും സൂക്ഷിക്കുക. അമ്മയോട് ഇക്കാര്യം പറഞ്ഞതിന് ശേഷം മതി സംസ്കാരം എന്നാണ് കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ഈ വാർത്ത കാണുന്നത്. ഇങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് പെട്ടെന്നൊരു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണം എന്നാണ് മനസ്സിലാകുന്നത്. പെട്ടെന്ന് കുട്ടികളെ രക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്താനോ നാട്ടുകാർക്കും കഴിഞ്ഞില്ല. അത്രയേറെ തീ ആളിപ്പടരുന്ന സാഹചര്യമായിരുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങി പൊള്ളലേറ്റ പാടെയാണ് ഈ എൽസിയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാരടക്കം ഓടിക്കൂടി കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയതും. അതിനുശേഷം അവിടുത്തെ പാലക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഈ പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന ആശുപത്രി ആയതിനാലാണ് അന്ന് രാത്രിയോടുകൂടി തന്നെ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഇവരുടെ ചികിത്സയെല്ലാം സർക്കാർ തന്നെ വഹിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിനിടയിലാണ് കുട്ടികളെ രക്ഷിക്കാൻ ഏറെ ശ്രമിച്ചുവെങ്കിൽ പോലും അവരുടെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യമായിരുന്നു. ശ്രീജ, ശരി.